ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് യൂട്യൂബ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഏകദേശം 4:33 ആയിട്ടുണ്ട്. നമ്മൾ ഉറക്കം വരാതെ ഒരു മോർണിംഗ് വാക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോഴത്തേക്കാണ് യൂട്യൂബിലൊരു വീഡിയോ കണ്ടത്, മാമലക്കണ്ടം. അപ്പോൾ ഒന്ന് മാമലക്കണ്ടം വിട്ടുകളയാമെന്ന് വിചാരിച്ചേക്കുവാണ്. സൺഡേ ആണിന്ന്. അപ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് വിളിച്ച് നോക്കാം, അവന്മാരൊക്കെ ഒന്ന് വിളിച്ച് നോക്കാം, ആരൊക്കെ വരുമെന്ന് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് നോക്കാം. മോൾ അപ്പോൾ ഗായ്സ്, നമുക്ക് ആദ്യം തന്നെ ഷെവിനെ ഒന്ന് വിളിച്ച് നോക്കാം. അവർ പുറക്കത്തിലായിരിക്കും, നമുക്കൊന്ന് വിളിച്ച് നോക്കാം. അവനെ ആദ്യം വിളിച്ച് നോക്കാം. എന്തോ പറയാൻ നോക്കാം കേട്ടോ. ഷെവിനെ, ഹലോ, ഉറക്കമാണോ നീ? ടൈം ഒരു 4 കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് മാമലക്കണ്ടം വിട്ടല്ലേ? ആ, അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടേ മാമലക്കണ്ടം. എന്തോ നിന്റെ അഭിപ്രായം എന്തോ? ആ, തണുപ്പൊക്കെ ഉണ്ടാവും, വിട്ടല്ലേ? എന്നാ വാ, പോര്. ആ, അത് വേഗം പോരും. അവന്മാരെ കൂടെ വിളിച്ചു നോക്കട്ടെ. ഓക്കെ. അപ്പോൾ ഗായ്സ്, ഒരുത്തം സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ളവർ കൂടെ നമുക്ക് നോക്കാം. എനിക്ക് മാമലക്കണ്ണം പോലെ മാമലക്കണ്ണം പോവാം. എനിക്ക് അതാ മാമലക്കണ്ണം പോവാ. മാമലക്കണ്ണം പോവാ. എന്നാ വേമ്പ. അശ്വിനി മാമലക്കണ്ണം പോവാ. അപ്പോൾ ഗായ്സ്, എല്ലാവരും എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ ട്രിപ്പ് പോവാണ്. മഴയൊക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാമല്ലോ. അപ്പോൾ ഗായ്സ്, ഞങ്ങളിത് പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ്. എയർ അടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞങ്ങളിത് കോതമംഗലം എത്തി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങളിത് ഒരു കടയിൽ കയറി ഇടിയപ്പം മുട്ടയും പിന്നെ കുറച്ച് പേര് പൊറോട്ടയും മുട്ടയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ രാവിലെ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തട്ടേക്കാട് ലക്ഷ്യമാക്കി പോവുകയാണ്. തട്ടേക്കാട് വഴിയാണ് മാമലക്കണ്ടം നമ്മൾ പോകാൻ നോക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ തട്ടേക്കാടിനടുത്ത് എത്തിയിരിക്കുകയാണ്. തട്ടേക്കാടിനടുത്തെത്തിയപ്പോഴത്തേക്കാണ് ഈ ഒരു മഴ സീസൺ ഇത് ഒരു എൻ്റെ പുറകെ കാണുന്ന സ്ഥലം കണ്ടോ, അതിനകത്ത് ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴും ഇത്ര മഴ പെയ്തിട്ട് പോലും അത് വറ്റിക്കിടക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് അതിനകത്തോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. ഞങ്ങളിതൊരു കയറൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൽ തൂങ്ങി ഇറങ്ങാനായിട്ട്. അപ്പൊ വേണിച്ചേട്ടനാണ് ആദ്യം അറ്റംപ്റ്റ് നടത്തുന്നത്. കമോൺ, ചാടി നോക്കിയോ, പള്ളി തൂങ്ങി മറ്റേ. അങ്ങനെ അവിടെ കെട്ടി വെച്ചിരുന്ന കയറി തൂങ്ങി ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് താഴത്തോട്ട് ഇറങ്ങി കേട്ടോ. അതുണ്ട്, ഇവിടെയൊക്കെ താന്ന് പോകുന്നുണ്ടല്ലോ. മരിക്കുന്നല്ലേ ഇവിടെ, അങ്ങനെ അധികം ആരും ഇറക്കത്തില്ല. നോർമലി അതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അങ്ങനെ ഇതിനകത്തോട്ട് ആരും ഇറക്കാത്ത സ്ഥലം കേട്ടോ ഇത്.
നോർമലി ഇതൊരു ഇതാണ്, പുഴയാണ്. ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ താന്ന് പോകുന്നുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ കാല് ചവിട്ടുമ്പോഴൊക്കെ താന്ന് പോകുന്നുണ്ട്. അതിനിടക്ക് ഒരു ചെറിയൊരു അരുവി പോലെ ഒരു സെറ്റപ്പ് അതിനകത്തുണ്ട് കേട്ടോ. അതിന് നോക്കുമ്പോഴത്തേക്കും കുറേ മീനും ചെറിയ ചെറിയ മീനൊക്കെ കാണാം. പക്ഷെ നല്ല അടിപൊളി സ്പോട്ടാണ്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇപ്പം പറ്റിയ ഇതാണ്. നമ്മൾ അതിനകത്ത് പോയി കുറച്ച് റീലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. റീലും കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. അതിനെ നോക്കുമ്പോൾ കാണാം നമുക്ക് ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാം. ഇത് ഫുള്ള് മുന്നേ വെള്ളം നിറഞ്ഞിരുന്ന സ്ഥലമാണ്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗായ്സ് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഞങ്ങൾ വന്നപ്പോൾ കുറെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ആ ഫോട്ടോ ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് കണ്ട ഒരു പൂവാണ് കേട്ടോ ഇത്. ഒരു പൂവ്, ഒരു ചെറിയൊരു ചെടി. ഇതിൻ്റെ പേരാരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇതാണ് ഗായ്സ് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. നമ്മൾ അവിടെ കയറിയില്ല. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മാമലക്കണ്ടമാണ്. അപ്പോഴത്തേക്ക് ആ പോകുന്ന റൂട്ടിലാണ് നമ്മൾ ഈ സംഭവം കണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അവിടെ. നമ്മളവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ തന്നെ നമുക്കത് കുറേ മലകളൊക്കെ കാണുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. നമ്മൾ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ റോഡും കിടുക്കം വ്യൂസൊക്കെയാണ് കണ്ട. ആ മലയൊക്കെ കണ്ട. അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു പുഴ കണ്ടോ, ഇതിലൊക്കെ നിറച്ച് വെള്ളമുണ്ട്. പക്ഷേ ഈ ഒരു പുഴയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു നമ്മൾ ആ ഇറങ്ങിയ സ്ഥലം. അവിടെയാണെങ്കിൽ ഒട്ടും വെള്ളമില്ല. പിന്നെ നമ്മളിതേ മാമലക്കാട് ലക്ഷ്യമാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു ജംഗ്ഷൻ കണ്ടോ, ഇതാണ് കുട്ടമ്പം പുഴ, അങ്ങനെ തന്നെയായിരുന്നു സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിന്നൊരു റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ മാമലക്കണ്ടം പോകുന്ന റൂട്ട് വരുന്നത്. നമ്മൾ ആ ജംഗ്ഷനിൽ കൂടി ഇതേ പോയി ആ റൈറ്റ് എടുത്ത് പോകുന്ന റൂട്ട് കണ്ടോ, ഇതാണ് മാമലക്കണ്ടത്തോട്ട് പോകുന്ന റൂട്ട്. ഇന്നത്തെല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ബോർഡൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ ബാലൻസ് വീഡിയോ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ മാമലക്കണ്ടം എത്തുന്ന വീഡിയോ നമ്മൾ അടുത്തയിലാണ് ഇടുന്നത്, അടുത്തയിലാണ് പോസ്റ്റ് ചെയ്യുക. നമ്മൾ മാമലക്കണ്ടം എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു വെള്ളച്ചാട്ടം നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.